2 കൊരിന്ത്യർ 5-ാം അധ്യായം 4-ാം വാക്യം. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. മർത്യശരീരത്തെ ഒരു കൂടാരത്തോട് ഉപമിച്ചിരിക്കുന്നു. കൂടാരം വീടിൽ നിന്ന് വ്യത്യസ്തമാണ്. വീട് അടിസ്ഥാനമിട്ട് ദീർഘകാലത്തേക്ക് പണിയുമ്പോൾ കൂടാരം താൽക്കാലിക വാസത്തിനും മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിലുമാണ് പണിയുന്നത്. ഭൂമിയിലെ ഈ ശരീരം താൽക്കാലികമാണെന്നും കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതെന്നും ധ്വനി. ഒരു കൊടുങ്കാറ്റോ പേമാരിയോ ഉണ്ടായാൽ കൂടാരത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. കഠിന രോഗമോ മറ്റെന്തെങ്കിലും കടുത്ത വിഷയമോ ഉണ്ടായാൽ തളർന്നു പോകുന്ന നമ്മുടെ ശരീരം കേവലം ഒരു കൂടാരം പോലെ മാത്രമാണെന്ന് കാണാം. ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താൽക്കാലിക വാസത്തിന് വേണ്ടി മാത്രമെന്ന് വ്യക്തം. എന്നാൽ ഈ ശരീരമാം കൂടാരം അഴിഞ്ഞു പോയാൽ ഇതിനു മുകളിൽ മറ്റൊരു നിത്യമായ കെട്ടിടമായ ശരീരം ധരിക്കാൻ നാം നോക്കി പാർക്കുന്നു. എല്ലാവർക്കും ഈ പ്രത്യാശയില്ല. സ്വർഗീയ പൗരത്വമുള്ളവർക്ക് മാത്രമാണ് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു നിത്യമായ കെട്ടിടമെന്ന ശരീരമുണ്ടെന്ന് അറിവുള്ളത്. രോഗത്തിനോ ദാരിദ്ര്യത്തിനോ പട്ടിണിക്കോ കഠിന കാലാവസ്ഥയ്ക്കോ ഒന്നും തളർത്താനാകാത്ത ഒരു സ്വർഗീയ ശരീരം നാം പ്രാപിക്കും. യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുകയും സ്നാനമേറ്റ് യേശുവിനോട് ചേരുകയും ചെയ്ത നാം ആ സ്വർഗീയ ശരീരം വാഗ്ദത്തത്താൽ ഉറപ്പുവരുത്തി. ക്രിസ്തുവിൽ നിലനിന്നാൽ ഈ ശരീരം നശിച്ചാലും യേശുവിൻ്റെ വരവിങ്കൽ തേജസ്കരിക്കപ്പെട്ട ആ ശരീരം പ്രാപിച്ച് നാം നിത്യകാലം യേശുവിനോടൊത്തു വസിക്കും. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്കും ആ ഉറപ്പ് ലഭിച്ചുമിരിക്കുന്നു. ഈ ശരീരം മർത്യമാണ്, അഥവാ മരണവിധേയമാണ്, നശിക്കുന്നതാണ്. എന്നാൽ നാം യേശുവിൻ്റെ ജീവൻ പ്രാപിച്ചതിനാൽ ഒരു അമർത്യമായ ശരീരം ധരിക്കാൻ ഒരുങ്ങുന്നു. മരണമില്ലാത്ത, ബലഹീനതയില്ലാത്ത, വിശപ്പോ ദാഹമോ തളർത്താത്ത തേജസ്സുള്ള ഒരു ശരീരമാണ് ധരിക്കാൻ ഒരുങ്ങുന്നത്. അതിനായി പ്രത്യാശയോടെയും വിശുദ്ധിയോടെയും ദൗത്യങ്ങൾ തികച്ച് കാത്തിരിക്കാം. കൈപ്പണിയല്ലാത്ത ആ കെട്ടിടം ഒരുക്കിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.